ദൃശ്യം 3യുടെ ഷൂട്ട് നടക്കുകയാണെന്നുള്ളത് നമുക്കറിയാലോ അല്ലേ. ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേഷനോടെ മലയാളി പ്രേക്ഷകർ, ലാലേട്ടൻ ആരാധകർ ഒട്ടനവധി കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ദൃശ്യം 3. എന്താണ് വരുണിന് സംഭവിച്ചതെന്ന്, വരുണിൻ്റെ ഡെഡ് ബോഡി എവിടെയാണ് തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്കൊക്കെ ഇനി എന്തായിരിക്കും ദൃശ്യം 3യിൽ ഒരുക്കി വെക്കുക എന്നുള്ളതൊക്കെ ചോദ്യങ്ങൾ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു വലിയ വാർത്ത പുറത്തു വരുന്നത് ദൃശ്യം 3യുമായി ബന്ധപ്പെട്ട്. അതായത് തിയേറ്ററിക്കൽ റൈറ്റ്സ്, ഡിജിറ്റൽ റൈറ്റ്സ്, എല്ലാ അവകാശങ്ങളും, എല്ലാ റൈറ്റ്സും ബോളിവുഡിലെ പ്രൊഡക്ഷൻ കമ്പനിയായ പനോരമ സ്റ്റുഡിയോസ് സ്വന്തമാക്കി എന്നുള്ളതാണ് ആ റിപ്പോർട്ട്. സത്യം പറഞ്ഞാൽ വളരെയധികം ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയും കൂടിയായിരുന്നു അത്. കാരണം ആശീർവാദ് സിനിമാസിൽ നിന്ന് മുഴുവനായി പനോരമ സ്റ്റുഡിയോസ് ഇതിൻ്റെ അവകാശങ്ങൾ വാങ്ങിയിരിക്കുകയാണ്. തിയേറ്റർ റൈറ്റ്സ് ആവട്ടെ, OTT റൈറ്റ്സ്, സാറ്റലൈറ്റ് റൈറ്റ്സ്, എല്ലാം ഓഡിയോ എല്ലാം വാങ്ങിച്ചിരിക്കുന്നത് പനോരമ സ്റ്റുഡിയോസ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഊഹിക്കാം എത്രയായിരിക്കും ഇതിൻ്റെ ലാഭം എന്നുള്ളത്. പക്ഷേ നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറമാണ് കാര്യങ്ങൾ. 160 കോടി രൂപയ്ക്കാണ് എല്ലാ റൈറ്റ്സും പനോരമ സ്റ്റുഡിയോസ് സ്വന്തമാക്കിയിരിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത്. 160 കോടി രൂപയ്ക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണം. 160 crore rupees. ഇത്രയും വലിയൊരു മാസീവ് ഡീൽ മലയാള സിനിമയിൽ മുമ്പ് കേട്ട് കേൾവി പോലും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. കാരണം 160 കോടി രൂപയ്ക്ക് ദൃശ്യം പോലൊരു സിനിമയ്ക്ക് ദൃശ്യം 2ാം ഭാഗം ഉണ്ടാക്കിയ ഹൈപ്പിന് ശേഷം 3ാം ഭാഗം ഏത് ലെവലിലോട്ടായിരിക്കും പ്രതീക്ഷകളെന്നും അതിൻ്റെ ബിസിനസ് മാർക്കറ്റിങ്ങിനെ കുറിച്ചൊക്കെ നമുക്ക് ചെറുതായിട്ടൊരു ധാരണയെങ്കിലും ഉണ്ടാവും. പക്ഷെ 160 കോടി രൂപ എന്നുള്ളത് നമ്മൾ വിചാരിച്ചതിനും എത്രയോ മുകളിലത്തെ തുകയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ആശീർവാദ് സ്റ്റുഡിയോസ് കണ്ണും പൂട്ടി പനോരമ സ്റ്റുഡിയോസിന് മുഴുവൻ റൈറ്റ്സ് വിറ്റത്. 160 crores ഞങ്ങൾ ഓക്കെ ആണ് എന്നുള്ള ആശീർവാദിൻ്റെ ആ ഒരു ഡീൽ ഉറപ്പിക്കൽ സ്വാഭാവിക നടപടിയായിട്ട് എനിക്ക് തോന്നുള്ളൂ. അതുകൊണ്ട് ഇത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന കാര്യം അല്ല ഈ റൈറ്റ്സ് കൊടുത്തത്. കാരണം 160 crores വിചാരിച്ചതിനേക്കാൾ വലിയ കൂടുതലാണ്. ഈ കാര്യത്തിലേക്ക് വരാം. പനോരമ സ്റ്റുഡിയോസിലേക്ക് ഈ സിനിമയുടെ റൈറ്റ്സ് പൂർണ്ണമായും വയ്ക്കുമ്പോൾ ദൃശ്യത്തിനൊരു കുഴപ്പമുണ്ട്. ദൃശ്യം പല ഭാഷകളും റീമേക്ക് ചെയ്യപ്പെട്ടതാണ്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, എല്ലാത്തിലും. അപ്പോൾ സ്വാഭാവികമായി നമുക്കുണ്ടായിരുന്നൊരു സംശയം എന്താണ്, പനോരമ സ്റ്റുഡിയോസിൻ്റെ കയ്യിലാണ് ഇനി ദൃശ്യം മലയാളം 3 ഉള്ളത്. ഹിന്ദിയിൽ അവർ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അപ്പോൾ ഏത് സിനിമ ആദ്യം റിലീസ് ചെയ്യും? ഹിന്ദിയിൽ അവർ ആദ്യം റിലീസ് ചെയ്യുമോ, മലയാളത്തിന് ഇതിന് പരിഗണിക്കുമോ എന്നതൊക്കെയായിരുന്നു ചോദ്യം. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ, കാത്തിരിപ്പുകൾക്ക് ശേഷം ജിത്തു ജോസഫിനോട് ഒരു ആരാധകൻ അയച്ച ഒരു മെസ്സേജ്, അതിൻ്റെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. അതായത് ആ ആരാധകൻ ചോദിക്കുന്നത് മലയാളത്തിൽ നിന്നാണോ ആദ്യം റിലീസിനെത്തുക എന്നത് ചോദിക്കുമ്പോൾ, അതോ എങ്ങനെയാണ് ഹിന്ദിയിലാണോ റിലീസിനെത്തുക എന്ന് ചോദിക്കുമ്പോൾ ജിത്തു ജോസഫ് പറയുന്ന മറുപടി, ഞങ്ങൾക്കാണ് മലയാളത്തിനാണ് ആദ്യം റിലീസ് ചെയ്യാൻ സാധിക്കുക, അതിനുശേഷം 2 മാസം കഴിഞ്ഞിട്ട് മാത്രമേ ഹിന്ദിയിൽ റിലീസ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ള ക്ലോസും കൂടെ വെച്ചിട്ടാണ് പനോരമ സ്റ്റുഡിയോസ് ഇത് സ്വന്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ സ്ക്രീൻഷോട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാണ്. ഇൻസ്റ്റഗ്രാമിലൊരു ആരാധകൻ ജിത്തു ജോസഫിന് അയച്ച മെസ്സേജാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലും കൂടെ നിൽക്കുമ്പോഴേക്കും മലയാളത്തിന് ഇതൊരു ജാക്ക് പോട്ടാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. മലയാള സിനിമയ്ക്ക് ഇതൊരു ഗോൾഡൻ ജാക്ക് പോട്ട് ഓഫർ തന്നെയാണ്. 160 കോടി രൂപ സ്വന്തമാക്കുകയും ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ ആദ്യം റിലീസും വെക്കാം. അത് കഴിഞ്ഞ് 2 മാസങ്ങൾ കഴിഞ്ഞ് ഹിന്ദിയിൽ വരുള്ളൂ. ഈ 2 മാസ കാലയളവ് എന്താണെന്ന് മനസ്സിലായോ? അതായത് നിങ്ങളൊരു സിനിമ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തതിന് ശേഷം 8 ആഴ്ചകൾ കഴിഞ്ഞിട്ട് അതിൻ്റെ OTT റൈറ്റ്സ് പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ OTTയിൽ അത് റിലീസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു ക്ലോഷറുണ്ട്. അതാണ് ഈ 8 ആഴ്ച അല്ലെങ്കിൽ ഈ 2 മാസം എന്ന് പറയുന്നത്. അതായത് ദൃശ്യം 3 തിയേറ്ററുകളിൽ റിലീസിനെത്തി 2 മാസങ്ങൾ കഴിഞ്ഞ് ദൃശ്യം 3 OTTയിൽ വരും. ആ OTTയിൽ ദൃശ്യം 3 പ്രീമിയർ ചെയ്യുന്ന സമയം തൊട്ട് മാത്രമേ ദൃശ്യം 3 എന്ന ഹിന്ദി സിനിമയ്ക്ക് തിയേറ്ററുകളിൽ പിച്ച് ചെയ്യാൻ കഴിയൂ. വാട്ട് എ ഡീൽ! എന്ത് ഗംഭീരമായ ഡീൽ അല്ലേ? ആ ഡീൽ വെച്ചിട്ടാണ് 160 കോടി രൂപയ്ക്ക് പനോരമ സ്റ്റുഡിയോസ് ദൃശ്യം 3 ആശീർവാദ് സിനിമാസിൽ നിന്ന് വാങ്ങുന്നത് എന്നുള്ളതാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ദൃശ്യം 3യുടെ സ്ക്രിപ്റ്റ് പനോരമ സ്റ്റുഡിയോസിന് വേണ്ട രീതിയിൽ ബോധിച്ചു എന്ന് വേണം തന്നെ മനസ്സിലാക്കാൻ. അവിടെ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ഹൈപ്പ് സ്കൈ ലെവൽ ഹൈപ്പൊക്കെ അങ്ങ് മേളിലോട്ടാണ് കയറിയിരിക്കുന്നത്. ചെറിയ ഹൈപ്പോ ചെറിയ കളികളോ ഒന്നുമല്ല. ജിത്തു ജോസഫ് പറയുന്നത് പോലെ ദൃശ്യം 2 ഇത്രയും വലിയ ട്വിസ്റ്റുകൾ ഉണ്ടാക്കി, അതുകൊണ്ട് ദൃശ്യം 3 അങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല, ജോർജ് കുട്ടിയുടെ കുടുംബത്തിൻ്റെ കഥ മാത്രമേ പറയുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജിത്തു ജോസഫ് എപ്പോഴും ഒഴുക്കം വെട്ടി പറയുന്ന പോലെ അങ്ങ് ഒഴുക്കം വെട്ടിൽ പെരുമാറാൻ കഴിയില്ല. കാരണം ഈ ഒരു ഡീലോ ഈ ഒരു ലോക്കോ സംഭവിക്കുന്നത് ചുമ്മാ അങ്ങ് ലോക്കാവില്ല. കാരണം ഇത് പലയിടത്തായി റീമേക്ക് റൈറ്റ്സ് വിൽക്കുകയും ഇതിൻ്റെ റീമേക്കുകൾ ആദ്യം ഏത് റീമേക്ക് ഇറങ്ങുമെന്നുള്ള സംസാരങ്ങൾ നിൽക്കുന്നൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇവിടേതായ ഒരു അപ്രതീക്ഷിതമായ ഒരു ഡീൽ ഉറപ്പിക്കലും കൃത്യമായി 2 മാസത്തിന് ശേഷം മാത്രമേ ബോളിവുഡിൽ ദൃശ്യം 3 പുറത്തിറങ്ങുകയുള്ളൂ എന്നൊരു തീരുമാനവും കൂടി എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, മലയാള സിനിമയിൽ ദൃശ്യം 3 ഒരു വലിയ ലാൻഡ്മാർക്ക് സൃഷ്ടിക്കുമെന്നുള്ളതാണ്. പ്രതീക്ഷകളാണ് ഇപ്പോൾ ഈ നടക്കുന്ന ഡീലുകളിലൂടെ ഒരു കാര്യം വ്യക്തമാകുന്നതും ഉറപ്പാകുന്നതും. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ദൃശ്യം 3യുടെ ഷൂട്ടിംഗ്
പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടുത്ത വർഷം ഏകദേശം ഒരു ജൂണിന് മുൻപ് തന്നെ ദൃശ്യം 3 തിയേറ്ററുകളിലേക്ക് എത്തും. ഏറ്റവും കൂടുതൽ ആരാധകർ ഉറ്റുനോക്കുന്ന ഒരുപക്ഷെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ അല്ലേ? കാരണം ഇപ്പോൾ എന്തായാലും 2025 ക്രിസ്മസിനൊക്കെ ദൃശ്യം 3 എത്തുമെന്നുള്ളൊരു വാദമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തള്ളിക്കളയുകയാണ് ചെയ്തത്. അങ്ങനൊരു സംഭവമില്ല. 2026 ഇനി പടം വരാൻ പോകുന്നത്. 2026 എപ്പോൾ? സമ്മർ വെക്കേഷനിലാണോ അല്ലെങ്കിൽ ജൂണിന് മുമ്പേ ആണോ? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചർച്ചകളുണ്ട്. അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ റിലീസായിട്ടായിരിക്കുമോ എത്തുക, വിഷുവിനെത്തുമോ? ഒരുപാട് സംശയങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിലവിൽ ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ ഡീല് മോഹൻലാൽ ഉറപ്പിക്കുന്നത്, ആശീർവാദ് സിനിമാസ് ഉറപ്പിക്കുന്നത്, പനോരമ സ്റ്റുഡിയോസ് ഉറപ്പിക്കുന്നത്. അൺഡൗട്ടഡ്ലി മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഡീൽ. ആ ഏറ്റവും വലിയ ഡീലിന് തന്നെയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്.